പീതാംബരം കരവിരാജിതരംഗചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി ഒരധ്യായത്തിൽ പറയുന്നത് 12 മാസങ്ങളിൽ നമ്മൾ സൂര്യനെ ഏതൊക്കെ ഭാവത്തിൽ കാണുന്നു, അതാത് മാസത്തിലത്തെ അപ്സരസ്സുകൾ ഏതൊക്കെയാണ്, അതാത് മാസത്തെ ഋഷികൾ ഏതൊക്കെയാണ്, ഇന്ദ്രൻ, ഇങ്ങനെ ഈ മാസങ്ങളിലൊക്കെ ഉള്ള സംഗതികളെ വേറെ വേറെ പറഞ്ഞ് അതാത് മാസത്തിൽ അതാത് ഋഷികളെ, അതാത് അപ്സരസ്സുകളെ, അതാത് ഇന്ദ്രൻ, ഇങ്ങനെ സൂര്യൻ, ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കുന്നതാണെങ്കിൽ വളരെ ശ്രേയസ്കരമാണ് എന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഭഗവാന്റെ പൂജാ തത്വത്തെയും പറയുന്നു. പൂജ വെറും കാണിക്കുന്നത് മാത്രമല്ല, അതൊക്കെ ഓരോ തത്വമാണ്. പുഷ്പം ആകാശതത്വമാണ്, മാളും ആകാശമാണെന്ന് പറയുന്നു. ഖഡ്ഗം അങ്ങനെ പത്മം ജ്ഞാനമാണ്. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സങ്കല്പമുണ്ട് എന്നാണ് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് ജലപുഷ്പഗന്ധങ്ങൾ കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ സമാനമായിട്ട് വെള്ളം, ആകാശത്തിന് സമാനമായിട്ട് പുഷ്പം, വായുവിൻ്റേതായിട്ട് ധൂപം, അഗ്നിയുടെയായിട്ട് ദീപം, ഇങ്ങനെ ജലഗന്ധ ഭൂമിയുടെ പ്രതീകമായിട്ട് ചന്ദനം, ഗന്ധം. ഇങ്ങനെ ആ തത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ പൂജിക്കുകയാണെങ്കിൽ വളരെയധികം ബലമുണ്ട്. തത്വം അറിയാതെ പൂജിച്ചാലോ അപ്പോഴും ബലമുണ്ട്. അറിഞ്ഞ് പൂജിച്ചാൽ അധികം ഉണ്ടെന്ന് മാത്രം. ഇനി അറിയാണ്ട് പൂജിച്ചുകൊണ്ട് ദോഷമൊന്നുമില്ല, അതിൻ്റെയും ബലമൊക്കെ കിട്ടും. അറിഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നന്ന എന്നേ ഉള്ളൂ. അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ഗുണം ഉണ്ടാവും. അറിഞ്ഞിട്ടേ ചെയ്യാവൂ എന്നില്ല. എല്ലാതും അറിയണ ഒരാളുള്ള ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാന്റെ പൂജയുടെ ആ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. താന്ത്രിക രീതിയിലുള്ള പൂജ. അതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ സൂര്യൻ്റെ കാര്യമാണ്. ഋഷികൾ അത്തരത്തിൽ സാധാരണ നമ്മൾ ഓർക്കാറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ സൂര്യനെ കുറിച്ച് ഓർക്കേണ്ട. കാരണം അതാണ് ഈ വിഷു ദിവസം വൈഷുവതം, രാവും പകലും തുല്യമാണ് എന്നാണ്. ആ സൂര്യനെ നമ്മൾ പ്രത്യേകിച്ചൊരു പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദാതാവ്, വിധാതാവ്, അര്യമാവ്, മിത്രൻ, വരുണൻ, ഇന്ദ്രൻ, വിവസ്വാൻ, ത്വഷ്ടാവ്, പർജന്യൻ, അംശു, ഭഗൻ, പൂഷാവ്. വിഷുവിൻ്റെ ഈ പൂഷാവാണ് എന്ന് പറയുന്നു ചിലർ. പൂഷാവ്, പർജന്യൻ, അംശു, ഭഗൻ, ത്വഷ്ടാവ്, ദാതാവ്, വിധാതാവ്, അര്യമാവ്, മിത്രൻ, വരുണൻ, ഇന്ദ്രൻ. ഈ 12 ആദിത്യന്മാരെ, ആദിത്യ ഹൃദയമൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. ഇതൊക്കെ ആദിത്യ ഹൃദയത്തിൽ വരും. ഇതല്ലാതെ കുറേ പേരുകളും വരും. ഈ 12 അല്ലാത്ത പേരുകളും അതിൽ നമുക്ക് കാണാം. ആദിത്യ ഹൃദയത്തിൽ വിവസ്വാൻ, ഭഗൻ എന്നൊക്കെ മലയാളത്തിലുള്ള രാമായണത്തിൽ കാണാം, വാത്മീകി രാമായണത്തിലും ഉണ്ട്. ആണ് ശരിക്കുള്ള ആദിത്യകവചം. തതോ യുദ്ധപരിശാന്തം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൽ എത്രയോ പേരുകളാണ് പറയണത്. 12 ഒന്നുമല്ല, ഒരുപാട് പേര്. സഹസ്രനാമമായിട്ട് തന്നെ കാണിച്ചാൽ സൂര്യൻ ഉണ്ടാക്കുക കാണുന്നത് ഒരേ ഈശ്വരനാണല്ലോ. പക്ഷേ ഈ പ്രാധാന്യം അറിയിക്കണ ഈ 12 രാശികൾ, മേടം മുതൽക്ക് മീനം വരേക്കുമുള്ള 12 രാശികളിൽ എവിടെ അത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയണത്. അപ്പം അതാത് മാസത്തിൽ സൂര്യൻ ഏതിലാണെന്ന് ആ നിഴൽ നോക്കിയാൽ നമുക്ക് കാണാത്രേ. ആ പേര് പറഞ്ഞിട്ട് ആ മാസത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. പിന്നെ ആ രാശി കഴിയോളം ഈ തൂണിൻ്റെ നിഴൽ അതിൽ വരും. രാശി കഴിഞ്ഞാൽ അടുത്തേക്ക് കിടക്കും. ഇപ്പം ദാതാവ് പോയിട്ട് വിധാതാവും, വിധാതാവ് പോയിട്ട് അരിയും, ഇങ്ങനെ മാറുന്ന തൂണിൻ്റെ നിഴൽ നോക്കി വരച്ച ഒരു ക്ഷേത്രം, ഏതോ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആരും. അപ്പം അത് ഒരു മാസമാണ് ഈ ഒരു പേര് നിലനിൽക്കുക. ആ പേരൊക്കെ പറഞ്ഞ്
ആദിത്യനെ സ്മരിക്കുന്നത് ശത്രുദോഷത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ, ആരോഗ്യം ഉണ്ടാവാൻ. സൂര്യനെ എപ്പോഴും ആരോഗ്യത്തിനാണ് ഭജിക്കുക എന്നാണ്. ശരിയാണ്. കാരണം ഈ സൂര്യ നമസ്കാരം ശരിക്കും ഒരു 108 പ്രാവശ്യം ചെയ്താൽ തന്നെ നല്ലൊരു വ്യായാമമാണ്, ഫിസിയോതെറാപ്പിയാണത്. എന്തൊക്കെ കാര്യങ്ങളാണ് പണ്ടുള്ളവർ കണ്ടുപിടിച്ചിരിക്കണം ആലോചിച്ചു. സൂര്യ നമസ്കാരം തന്നെ വെറുതെ അഷ്ടാംഗം നമസ്കരിക്കുകയല്ല, അതിന് കുറേ സ്റ്റെപ്പുകളുണ്ട്. യോഗയിൽ പഠിച്ചവർക്കറിയാം, അനവധി സ്റ്റെപ്പുകളുണ്ട് അതിൽ. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങോട്ട് നമസ്കരിക്കുകയല്ല, അതിന് ഒരുപാട് സ്റ്റെപ്പുകളും പ്രത്യേക പോസുകളും കൈകാലുകൾ നോക്കലൊക്കെ ഒരുപാടുണ്ട് സംഗതികൾ. അത് വേണ്ട പോലെ ചെയ്താൽ നല്ലൊരു എക്സസൈസും ഫിസിയോതെറാപ്പിയും ആണ്. ആരോഗ്യം ഉണ്ടാവും. മാത്രമല്ല സൂര്യനെ അഭിമുഖമായിട്ട് നിന്നാൽ കുറച്ച് സൂര്യപ്രകാശം നമുക്ക് ഏൽക്കുകയും ചെയ്യാം. വിറ്റാമിൻ ഡി സൂര്യനിൽ നിന്ന് മാത്രം അത്രേ കിട്ടുക. അതിന് പറ്റിയ നല്ലൊരു ഭക്ഷണം ഇല്ല എന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ സൂര്യനെ പണ്ട് കണ്ടെത്തി നിരീക്ഷിച്ച് സൂര്യോപാസന നമ്മുടെ ഭാഗമാക്കി മാറ്റിയതാണ്. ഇനി അടുത്ത അധ്യായത്തിൽ ഭാഗവതത്തിൽ ഇതുവരെ പറഞ്ഞതായ എല്ലാ കഥകളും ചുരുക്കി പറയണം. നമോ ധർമായ മഹതേ നമ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമകൃത്യ ധർമാൻ ഭക്ഷ്യേ സനാതനാൻ ഏതത് ഭക്തിദം വിപ്ര വിഷ്ണോച്ചരിതമദ്ഭുതം ഭവദ്ഭിർഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. ആദ്യം തന്നെ നമോ ധർമായ മഹതേ നമകൃഷ്ണായ വേദസേ എന്ന് പറഞ്ഞിരിക്കണം. ഭാഗവതായതുകൊണ്ട് നമകൃഷ്ണായ എന്നോ വിഷ്ണുവിൻ്റെ പേര് പറഞ്ഞാൽ പോരെ. എന്തിനാണോ ധർമായ ഒരു വാക്ക് അവിടെ ആലോചിച്ച് നോക്കി. ശരിക്കൊരു ചേർച്ചയില്ല നമുക്ക്. പക്ഷെ ചേർച്ചയില്ലാത്തതൊന്നും ഭാഗവതത്തിൽ വെക്കില്ല. അതെന്താണ്? ഏറ്റവും വലിയ ധർമ്മം എന്താ പറയുക ലോകത്തിൽ? ഭഗവാന്റെ കഥ കേൾക്കുക. ഏറ്റവും വലിയ ധർമ്മം ഭാഗവതം ഉപാസിക്കലാണ്. അതിലും വലിയൊരു ധർമ്മം ഇല്ല. ആണ് നമോ ധർമായ മഹതേ എന്ന് പറഞ്ഞുകൊണ്ട് സംഗ്രഹാധ്യായം തുടങ്ങിയിരിക്കുന്നത്. നമോ ധർമായ മഹതേ, ഏറ്റവും വലിയ ധർമ്മം ഈശ്വരകഥ അനുസ്മരിക്കൽ തന്നെ. ബ്രാഹ്മണേഭ്യോ നമകൃത്യ, നല്ല ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ നമസ്കരിക്കുക. ധർമാനുഷ്ഠാനമുള്ള ബ്രാഹ്മണരെ ശിരസ നമസ്കരിക്കുന്ന വേണം. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. ജന്മനാ ബ്രാഹ്മണനായി എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അല്ലാത്ത വർണ്ണത്തിലുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതാണ് വർണ്ണാനാം പ്രഥമോനഖ എന്ന് പറഞ്ഞത്. അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് ഋഷിമാരും അതിൽ പെടും, സജ്ജനങ്ങളൊക്കെ പെട്ടാണ് ഈ ബ്രാഹ്മണേഭ്യോ. ഞാൻ ഇതുവരേക്ക് പറഞ്ഞ കഥ ചുരുക്കി പറയാം. അത്ര സങ്കീർത്തിത സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ തത്വതം പതി അത്ര ബ്രഹ്മപരംഗുക്യം ജഗതപ്രഭവാപ്യം ജ്ഞാനം തരുവാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞത് ജ്ഞാനം, ഭക്തിയോഗം മുതലായിട്ടുള്ളതൊക്കെയാണ്. അതിനു വേണ്ടിയിട്ടാണ് കുന്തിസ്തുതി, ഭീഷ്മസ്തുതി മുതലായിട്ടത് പ്രഥമത്തിൽ കൊണ്ടുപോയി വെച്ചത്. എനിക്കത് അവിടെ വരേണ്ട കഥയല്ല, കൃഷ്ണാവതാരത്തിൽ വരേണ്ട കഥയാണ്. കൃഷ്ണൻ്റെ കഥയാണ്. എന്തിനാ ആദ്യം കൊണ്ടുവച്ച? ഭക്തി യോഗസ്ഥമാക്കിയതോ. ഭക്തിയുടെ പ്രാധാന്യവും ഫലമൊക്കെ ഒന്ന് മനുഷ്യന് കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ജീവിച്ച ആൾക്കാരുടെ കഥയായിട്ടാണ് ഭീഷ്മരും അങ്ങനെയുള്ള കഥകൾ ഭക്തിയോഗം പറഞ്ഞത്. പാരീക്ഷിതം ഉപാഖ്യാനം. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ശുഗമഹർഷിയെ പരീക്ഷിത്ത് കണ്ടതും ബ്രാഹ്മണശാപം കിട്ടിയതും അവർ തമ്മിലുള്ള ഉപദേശങ്ങളും. ദ്വിതീയ സ്കന്ധത്തിലെ സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള ധ്യാനവും നാരദാഖ്യാനമേവച. നാരദൻ ബ്രഹ്മാവിനോട് വെച്ച ബ്രഹ്മനാരദ സംവാദം, ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ചതുശ്ലോകി ഭാഗവതവും വർണ്ണിച്ചു. അതിനുശേഷം പിന്നെ പറഞ്ഞു തൃതീയ സ്കന്ധത്തിലെ ചതുശ്ലോകി ഭാഗവതം പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. വിതുരമൈത്രേയ സംവാദം, 4 അധ്യായം കൊണ്ട് വിതുരമൈത്രേയ സംവാദമാണ്. വിതുരോദ്ധവ സംവാദം, 4 അധ്യായം കൊണ്ട് വിതുരോദ്ധവ സംവാദം. ബാക്കി ആ സ്കന്ധവും ചതുർത്ഥ സ്കന്ധവും വിതുരമൈത്രേയ സംവാദം. 4 അധ്യായങ്ങൾ കൊണ്ട് വിതുരോദ്ധവ സംവാദമാണ്. അതിൽ ഉദ്ധവൻ ഭഗവാനെക്കുറിച്ച് പറയുന്നതും ഭഗവാന്റെ സ്വർഗാരോഹണ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അങ്ങനെ പറയണതൊക്കെയാണ്. ഭക്തിയുടെ പ്രാധാന്യം തന്നെയാണ് കാണിക്കുക. പിന്നെ അവിടെ ഞങ്ങൾ ആ സ്കന്ധം മുഴുവനും പ്ലസ് ചതുർത്ഥ സ്കന്ധവും വിതുരമൈത്രേയ
സംവാദം, പിന്നെ സൃഷ്ടി, വരാഹാവതാരം മുതലായിട്ടുള്ളതൊക്കെ പറഞ്ഞു. അതിനുശേഷം കർദമചരിതം പറഞ്ഞു. ദേവഹൂതിക്ക് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ഉപദേശങ്ങൾ, മനുവിൻ്റെ സന്തതി ചരിത്രം, ഇതിലാണ് ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുവിൻ്റെ ചരിതം, പചേതസ്സുകളുടെ ചരിതം മുതലായിട്ടുള്ളതെല്ലാം പറയണം. പിന്നെ പഞ്ചമസ്കന്ധത്തിൽ സ്ഥാനം, അതിൽ പറയണതാവട്ടെ പ്രിയവ്രത, ആഗ്നീത്ര, ഭരത, നാഭി ചരിതങ്ങൾ, ഭരത ഋഷഭ ചരിതങ്ങൾ, ഋഷഭദേവൻ്റെയും ഭരതൻ്റെയും. ഭൂഗോള വർണ്ണന, എന്തൊക്കെ ഭൂഗോളത്തിൽ കാണാം, 9 ഖണ്ഡങ്ങളാക്കി ഭാഗിച്ചതും സപ്തദ്വീപ വിഭാഗവും അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നരകവർണ്ണന ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടാനാവട്ടെ ഭഗവാന്റെ നാമജപമാണെന്ന് കാണിക്കാൻ അജാമിളോപാഖ്യാനം, അതിൽ വൃത്രാസുരൻ്റെ കഥയും മരുത്തുക്കളുടെ ഉൽപ്പത്തിയും ഷഷ്ഠസ്കന്ധത്തിൽ പറഞ്ഞു. പിന്നെ സപ്തമസ്കന്ധത്തിൽ 10 അധ്യായങ്ങളെ കൊണ്ട് പ്രഹ്ലാദൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും കഥ. ബാക്കി 5 സദാചാര നിർണയം, അതായത് വർണ്ണാശ്രമധർമ്മങ്ങളും ഓരോ പ്രകാരത്തിലുള്ള മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ധർമ്മവും പറഞ്ഞു. 8ാമത്തെ സ്കന്ധത്തിലാവട്ടെ മന്വന്തരങ്ങളാണ്. 7ാമത്തെ ഊതിയാണ്, ഊതി കർമ്മവാസന. 8ാമത്തെ ഗജേന്ദ്ര മോക്ഷം മന്വന്തരം. എല്ലാ മന്വന്തരത്തിലത്തെ കഥകൾ പറയുന്നില്ല, ചില മന്വന്തരത്തിലത്തെ പ്രധാന കഥകൾ മാത്രം എടുത്തു പറയുന്നു. താമസ മന്വന്തരത്തിലാണ് ഗജേന്ദ്ര മോക്ഷൻ ലീല ഉണ്ടായത്. അതിനുശേഷമാണ് ചാക്ഷുഷ മന്വന്തരത്തിൽ ഭഗവാന്റെ പാലാഴി മഥനം, കൂർമാവതാരം, മോഹിനിയായിട്ടുള്ള അവതാരം, ധന്വന്തരിയായിട്ടുള്ള അവതാരം, ദേവന്മാരും അസുരന്മാരും തമ്മിൽ അമൃതത്തിനെ ചൊല്ലിയുള്ള യുദ്ധം, അതേപോലെ തന്നെ മത്സ്യാവതാരം പറഞ്ഞ് 8മസ്കന്ധം കഴിഞ്ഞു. തുടർന്ന് 9മസ്കന്ധം ഇക്ഷ്വാകുവംശം, സൂര്യവംശം, ചന്ദ്രവംശം, 2 വംശമാണ് വർണ്ണിച്ചത്. ഒന്ന് സൂര്യൻ്റെ ഗതി നോക്കി പഞ്ചാംഗം ഉണ്ടാക്കണവർ, ചന്ദ്രൻ്റെ ഗതി നോക്കി പഞ്ചാംഗം, 2 തരത്തിലുള്ള ആൾക്കാരത്ര ലോകത്തിൽ. ചന്ദ്രവംശവും സൂര്യവംശം 13 അധ്യായം വരേക്ക് സൂര്യവംശം, ശ്രീരാമൻ്റെ കഥയൊക്കെ അതിലാണ് വന്നത്. അതുപോലെ തന്നെ ശശാദൻ, ശര്യാദി, ഇളോപാഖ്യാനം, താരോപാഖ്യാനം, അംബരീഷിൻ്റെ കഥയൊക്കെ സൂര്യവംശമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരിക. അവിടെ ഞങ്ങൾ 14 മുതൽക്കോ ചന്ദ്രവംശമാണ്. അതിലാവത്തെ പരശുരാമാവതാരം, സോമവംശത്തിൻ്റെ ഉൽപ്പത്തി, ദുഷ്യന്തൻ, ശകുന്തള, ഭരതൻ മുതലായിട്ടവരുടെ കഥ, ഭാരതത്തിലത്തെ കുറച്ച് കഥ, ശന്തനു മഹാരാജാവ്, കംസൻ, അക്രൂരൻ മുതലായിട്ടവരുടെയൊക്കെ പറഞ്ഞ് കൃഷ്ണാവതാരം പറഞ്ഞു വെച്ചു. എന്ത് സമ്പത്തായാലും ഉണ്ടായിട്ട് ഉപേക്ഷിച്ചവരുടെ കഥയാണ് 9മസ്കന്ധം 24 അധ്യായം. ഇതുണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല, ഒക്കെ അവിടെ ഇട്ട് പോകേണ്ടതാണ് എന്ന് കണ്ട് വിരക്തി വന്ന രാജാക്കന്മാരുടെ കഥയാണ് 9മസ്കന്ധം. കൃഷ്ണാവതാരം ഉപോദ്ഘാതം പറഞ്ഞു വെച്ച ശേഷം 10മസ്കന്ധത്തിൽ നിരോധം. പ്രപഞ്ചത്തിലേക്ക് മനസ്സ് സദാ പോയിക്കൊണ്ടിരിക്കുന്ന വലിയ വിപത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതെങ്ങനെ നിയന്ത്രിക്കാം? ഒറ്റ വഴിയുള്ള കൃഷ്ണൻ്റെ കഥ ഇരുന്നാണ് കേൾക്കുക. അതിൻ്റെ ശക്തി കൃഷ്ണൻ്റെ കഥയ്ക്ക് ഉണ്ട്. കൃഷ്ണനാട്ടായിക്കോട്ടെ, കഥ പറയണതായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, വേഷം കെട്ടൽ, എന്തായാലും വേണ്ടില്ല എന്നാണ്. കൃഷ്ണൻ്റെ കഥ കുറച്ച് ആര് പറഞ്ഞാലും അതിന് അതിൻ്റേതായിട്ടുള്ള തന്മയത്വം, കൗതുകം ഉണ്ടാവും അല്ലേ. ചെറിയ കുട്ടി ഇരുന്നിട്ട് അങ്ങോട്ട് പറയാ വെച്ചാലും അതിൻ്റെ കൗതുകം ഉണ്ടാവും. അത് കൃഷ്ണൻ്റെ മഹത്വമാണ്. അപ്പം നമ്മുടെ മനസ്സ് വേറെ എവിടേക്കും പോയില്ല. അതാണ് നിരോധം. പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, ഭഗവത്സ അസുരന്മാരുടെ വധം, ധേനുകൻ, പ്രലംബാസുരൻ മുതലായിട്ടുള്ള കാട്ടുതീയിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചത് അല്ലേ, കാളിന്തി നദി തീരത്ത് കിടന്നുറങ്ങിയപ്പോഴേ അതിനുള്ള മോചനവും, കാളിയ മർദ്ദനം, കാത്യായനി വ്രതം, ഗോപികൾ കൃഷ്ണനെ സദാ കിട്ടാൻ വേണ്ടി അനുഷ്ഠിച്ചതായിട്ടുള്ള വ്രതം, ബ്രാഹ്മണ പത്നിമാരെ ഭഗവാൻ അനുഗ്രഹിച്ച കഥ, ഗോവർദ്ധനോദ്ധാരണം, ഒരേരത്ഭുത കർമ്മണം. ഒക്കെ അത്ഭുത കർമ്മങ്ങളാണ് സാധാരണക്കാർക്ക് ചെയ്യാനോ ചിന്തിക്കാനോ പറ്റാത്തതാണ്. ഭഗവാൻ അത് ചെയ്തതിൽ എന്താണ് അത്ഭുതം? അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. അത് ഓർമ്മപ്പെടുത്താനാണ്. ഒക്കെ വിശേഷണ ലീലകളാണ്, ഒന്നും സാധാരണ ലീലകളല്ല. ഗോവിന്ദാഭിഷേകം, ഭഗവാൻ ഗോവിന്ദന്മാരുടെ എന്ന പേരോട് കൂടിയിട്ട് വാഴ്ത്തപ്പെട്ടു ഗോവർദ്ധനോദ്ധാരണത്തിൽ. തുടർന്ന് തൻ്റെ അച്ഛനെ വരുണൻ കൊണ്ടുപോയതിൽ നിന്ന് മോചിപ്പിച്ചു. രാസക്രീഡ എന്ന മഹത്തായ ലീല,
ഈ പുരുഷലീലയെല്ലാം എപ്രകാരം പരമാത്മാവും ജീവാത്മാവും ഒന്നാണ് എന്ന് ആ ഒരു തത്വം എല്ലാവരെയും ബോധിപ്പിക്കുന്ന പരമരഹസ്യമായ പരമതത്വമായ ഉത്കൃഷ്ട തത്വം കാണിക്കാനുള്ള രാസക്രീഡ ലീല. ശംഖചൂഡവധം നമ്മളത് കണ്ടിട്ട് അനുകരിച്ചുകൂടാ. ഭഗവാനിൽ തത്വം എടുക്കുകയല്ലാണ്ട് ഭഗവാൻ ചെയ്തതൊക്കെ നമ്മൾ ചെയ്യല്ല, അത് പറ്റൂല. അത് കാണിക്കാൻ ശംഖചൂഡൻ അങ്ങനെ സ്ത്രീകളുടെ പിന്നാലെ പോയി തൻ്റെ കഥയും കഴിഞ്ഞു. അതന്നെ അരിഷ്ടവധം കേശിവധം. അക്രൂരനെ ഭഗവാൻ ഗോകുലത്തിലേക്ക് ഒന്ന് അയക്കുകയാണ്, കംസനാണ് അയക്കുന്നത്. പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ധനുർയുദ്ധത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ട്. രാമകൃഷ്ണന്മാരുടെ മധുരയിലേക്കുള്ള വരവ്, മധുര അങ്ങനെ കാണുകയാണ്. ഗംഭീരമായിട്ടുള്ള വർണ്ണനയുണ്ട്. തുടർന്ന് കുവലയ പീഠത്തെ വധിക്കുന്നു, മുഷ്ടികൻ ചാണൂരൻ മുതലായിട്ടുള്ള മല്ലന്മാരെ കൊല്ലുന്നു. ഭഗവാന്റെ വിദ്യാഭ്യാസം. മരിച്ച കുട്ടിയെ ദക്ഷിണയാക്കിയിട്ട് ഗുരുവിനാണ് കൊണ്ടേ കൊടുത്തു. ഒരിക്കലും ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം ഗുരു കൊടുക്കുകയും ചെയ്തു. ആരും തരാത്ത ദക്ഷിണ നിങ്ങൾ തന്നു, അതുകൊണ്ട് ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം നിങ്ങൾക്ക് തരണ്ടേ. ഗുരു ആ ഒരു അനുഗ്രഹമാണ് കൊടുക്കുകയാണ്. ചന്താംസയാതയാമാനി ഭവന്തിക പരത്രജ. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നിങ്ങൾക്ക് സർവ്വവിദ്യ വേണ്ട പോലെ തോന്നട്ടെ കുട്ടികളെ. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ഉദ്ധവനെ ഒന്ന് ഗോകുലത്തിലേക്ക് സന്ദേശം കൊടുത്തേക്കണം. അച്ഛനമ്മമാർക്കൊരു സന്ദേശമുണ്ട്, ഗോപികൾക്കും ഉണ്ട്. അതിൽ പറഞ്ഞത് കണ്ടതും കേട്ടതും വലുതും ചെറുതും ഇളകുന്നതും ഇളകാത്തതും ഗോപികളെ ഞാനല്ലാതെ ഈ ലോകത്തിൽ ഒന്നും തന്നെ അവശേഷിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളിൽ നിന്ന് എനിക്ക് എവിടെ വേർപാട്? എനിക്ക് നിങ്ങളിൽ നിന്ന് എവിടെ വേർപാട്? വേർപാടും ഇല്ല, ചേർച്ചയില്ല. എന്നുണ്ടെങ്കിലേ മറ്റതിൽ ഇതൊന്നും ഇല്ലാത്തതാ. സദാ എല്ലാ ശരീരത്തിലും നിങ്ങളിലും ഞാൻ ഇരിക്കുന്നു എന്ന മഹത്തായ സന്ദേശം ഉദ്ധവൻ മുഖാന്തരം കൊടുത്തയച്ചു. കാലയവനൻ ഭഗവാനോട് യുദ്ധത്തിന് വന്നു. ആ സമയത്തൊരു ഗുഹയിലേക്ക് ചെന്നപ്പോൾ ഭഗവാൻ ഉറങ്ങിക്കിടക്കണു എന്ന് കണ്ടു. ഭഗവാൻ ഗുഹയിലേക്ക് കയറിയപ്പോഴാണ് പിന്നാലെ പോയത്. വാസ്തവത്തിൽ അത് മുചുകുന്ദനായിരുന്നു ഉറങ്ങിയിരുന്നത്. മുചുകുന്ദനെ ആരുറക്കത്തിൽ തടസ്സം ചെയ്തു അവൻ്റെ കണ്ണിലത്തെ അഗ്നിയിൽ നിന്ന് നശിക്കും എന്ന വരം ദേവാസുര യുദ്ധം സമയത്ത് അവരെ സഹായിച്ചപ്പോൾ ഇന്ദ്രൻ നൽകിയതാണ്. അങ്ങനെ കാലയവനൻ മുചുകുന്ദനാൽ ഭസ്മീകരിക്കപ്പെട്ടു. ഒരുപിടി ഭസ്മമായിട്ട് കാലയവനൻ മാറി. അപ്പോൾ ഈ മുചുകുന്ദൻ വല്ലാത്തൊരു പ്രകാശം ഗുഹയിൽ കണ്ടു. ഭഗവാനാണ് എന്ന് മനസ്സിലായപ്പോഴോ സന്തോഷമായിട്ട് സ്തുതിക്കുകയാണ്. വിമോഹിതോയം ജനൈശമായ. അങ്ങയുടെ മായയിൽ കുടുങ്ങിയിട്ട് സർവേശ്വര, സത്യത്തെ അറിയാതെ ഞാൻ കുറേ കാലം കഴിച്ചു. ഇവിടെ വന്നു പെട്ടതെൻ്റെ മഹാഭാഗ്യമാണ്. സാധാരണയൊക്കെ ഭഗവാനെ തേടിയിട്ട് അങ്ങോട്ട് പോവുക ഭക്തന്മാർ. ഇത് എന്നെ തേടി ഇങ്ങോട്ട് വന്നില്ലേ? ഈ ഒരു കാരുണ്യത്തിന് ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് കടം വീട്ടുക? അതുകൊണ്ട് എനിക്ക് ഭക്തി ഉണ്ടാവണം, നിരന്തരം അങ്ങേയുള്ളതായിരിക്കുന്ന ഭക്തി വേണമെന്ന് ചോദിച്ചിട്ടുള്ള സ്തുതി നല്ലൊരു സ്തുതിയാണ്. പിന്നെ രുക്മിണി സ്വയംവരമാണ്. രാവണൻ മുഖാന്തരം സന്ദേശമൊക്കെ കൊടുത്തയച്ച് ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നത്. പിന്നെ ദശമസ്കാരത്തിന് ശേഷമുള്ള സാത്വിക ലീലകളാണ്. പാരിജാതാപഹരണം, അതുപോലെ തന്നെ ബാണാസുരനെ വധിച്ചിട്ടില്ല. ബാണാസുരൻ്റെ കൈകൾ ഛേദിച്ചിട്ടേ ഉള്ളൂ. ബാണയുദ്ധം കഥയിൽ ബാണവിജയം എന്നാണ്, ബാണവധമില്ല. കൈകൾ മാത്രമേ ഇല്ലാണ്ടാക്കുള്ളൂ. നരകാസുരവധം, അതുപോലെ തന്നെ ഇപ്പോൾ അഷ്ടമഹിഷി ഉദ്വാഹം. രുക്മിണിയെ കൂടാതെ 7 പ്രധാന പത്നിമാർ, സത്യഭാമ, ലക്ഷ്മണ, കാളിന്തി, മിത്രവിന്ദ, സത്യ നഗ്നജിത്ത് മകളുടെ രാജാവിൻ്റെ മകളായ സത്യ 7. പിന്നെ 16,100. അത് നരകാസുരനെ വധിച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ ശിശുപാലനെ വധിച്ചു. ഭഗവാൻ രാജസൂയ നടത്തി. തുടർന്ന് ദന്തവക്ത്രനെയും വധിച്ചു. അതോടുകൂടി ഹിരണ്യാക്ഷനും ഹിരണ്യേശിവുമായിട്ടൊരു ജന്മം, രാവണനും കുംഭകർണനുമായിട്ടൊരു ജന്മം, ശിശുപാലനും ദന്തവക്ത്രനുമായിട്ടൊരു ജന്മം. ആ സർക്കിള് അവിടെ പൂർത്തിയാവുകയാണ്. ദന്തവക്ത്രനാണ് രാജസൂയത്തിൽ കുറേ കൃഷ്ണനെ ചീത്ത പറഞ്ഞത്. ചക്രം കൊണ്ട് ഭഗവാൻ ദന്തവക്ത്രനെ വധിച്ചു, രാജസൂയമൊക്കെ നടത്തി. തുടർന്ന് കുചേലോപാഖ്യാനം ഉണ്ടായി. ഭക്തിയുടെ പരമഭാവം കാണിക്കുന്ന ഒരു കഥ. കടുത്ത ദാരിദ്ര്യത്തിൽ ഭഗവാനെ വിളിക്കാൻ പറ്റുമോ? പറ്റും എന്ന് കാണിക്കുകയാണ്. അതിലാണ് കൂടുതൽ പറ്റുക. അതാണ് കുചേലോപാഖ്യാനം. പിന്നെ കാശി രാജ്യത്തെ ദഹിപ്പിച്ച കഥ, പൗണ്ഡ്രകവധം. ഇതെല്ലാം പറഞ്ഞ് സന്താനഗോപാലും ഭൃഗുപരീക്ഷയും പറഞ്ഞു. ഏകാദശ സ്കന്ധത്തിൽ മുക്തി എന്ന വിഷയമാണ്. നമ്മളൊക്കെ മുക്തന്മാരാണ്. ദശമസ്കന്ധത്തിൽ നിരോധമാണെങ്കിൽ ഏകാദശത്തിൽ മുക്തിയാണ്. മനസ്സ് വിഷയത്തിലേക്ക് പോകുന്നത് തടഞ്ഞാൽ പിന്നത്തെ അവസ്ഥ എന്താണ്?
മുക്താവസ്ഥ, ജീവൻ്റെ മുക്താവസ്ഥ നമുക്ക് അനുഭവിക്കാം. അതിന് പ്രധാനമായിട്ട് സത്സംഗം ഉണ്ടാവണം. ആ കൂടെ അല്ലാണ്ട് ഒരിക്കലും കിട്ടില്ല അത്. അപ്പം അതിന് ഈ ലോകത്തിലുള്ളതൊക്കെ നശിക്കണതാണെന്ന് കാണിച്ചു. യദുകുലം അടക്കം നശിച്ചു. ഭഗവാന്റെ ദ്വാരക അടക്കം നശിച്ചാൽ പിന്നെ വേണ്ട. ഇപ്പം നമ്മളുണ്ടാക്കിയ ചില കാര്യങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പം നശിക്കാത്തതായിട്ട് എന്തുണ്ട്? ഒറ്റ കാര്യമുള്ള ആത്മാവ്. അതിനെ അറിയണമെങ്കിലോ സത്സംഗം ഉണ്ടാവണം. അത് കാണിക്കാനാണ് ഭാഗവത ധർമ്മം. കവി, ഹരി, അന്തരീക്ഷം, പ്രബുദ്ധൻ, പിപ്പലാനൻ, ആവിരികോത്തൻ, തിമിളൻ, ചമസൻ, കരഭാജനൻ എന്നീ 9 യോഗികൾ, അവരെയാണ് നവയോഗികളെന്ന് പറയുക. അവർ നിമി രാജാവിന് കൊടുക്കണ ഉപദേശം. മായാതത്വം, നാരായണാരാണ്, ഭാഗവതധർമ്മം പൊതുവെ എന്താണ്, അതിൽ വിശേഷണമുള്ളത് എന്തൊക്കെയാണ്, പൂജാതത്വങ്ങളും എല്ലാ യുഗം തോറുമുള്ള വചനം, ഇങ്ങനെ 9 വിഷയങ്ങളെ പറഞ്ഞു കൊടുത്തതാണ് ഭാഗവത ധർമ്മം. 4 അധ്യായത്തിലാണത് പറയുക. 2, 3, 4, 5. ആദ്യത്തെ രഘുലനാശമാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഉദ്ധവോപദേശം. ഭാഗവതം എന്തിനാണോ അതാണോ ഉദ്ധവോപദേശത്തിൽ പറയണത്, അതിനു വേണ്ടിയാണ്. ഉപദേശങ്ങളും അതിലങ്ങനെ കൊടുക്കണു. വരാത്തൊരു കാര്യമില്ല. ഒടുവിൽ ഭഗവാൻ തൻ്റെ ശരീരത്തെ ഇവിടുന്ന് ഉപസംഹരിക്കണു. വേടൻ്റെ അമ്പ് കൊണ്ടിട്ട് ഉള്ളംകാലിൽ തറച്ച് ഒരു മിന്നലോട് കൂടി എടുക്കാത്ത ശരീരമായതുകൊണ്ട് ഭസ്മം പോലും അവിടെ കണ്ടില്ല. യോഗധാരണ കൊണ്ട് ദഹിപ്പിക്കാതെ, ദഹിപ്പിച്ചിട്ടില്ല. ദഹിപ്പിച്ചാൽ അവിടെ ഭസ്മം ഉണ്ടാവും. ദഹിപ്പിക്കാനാണെന്ന് വെച്ചാൽ ശരീരം വേണം. ശരീരം ഇല്ലേ, ഉണ്ട് എന്ന് നമ്മൾ തോന്നിപ്പിച്ചിട്ടില്ല. പിന്നെ അതെന്തിനാ ദഹിപ്പിക്കണം? അങ്ങനെ തന്നെ ശരീരത്തെ മറച്ചു. ശരീരം എടുത്തവരൊക്കെ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അത് ഇവിടെ ഇട്ടു പോകണം എന്ന പരമസത്യത്തെ കാണിച്ചു. അതുകൊണ്ട് ഇതുകൊണ്ട് നേടാനുള്ള ഒരൊറ്റ കാര്യം എന്തേ ഉള്ളൂ? ഈ അപകടമായ ശരീരത്തിൽ ഇനി കയറി കൂടാതിരിക്കാൻ നോക്കുക. എല്ലാ വഴിയും നോക്കിയിട്ട് കയറി കൂടാണ്ടിരിക്കാൻ നോക്കുക. അല്ലാതെ ഇതുകൊണ്ട് യാതൊന്നും നേടാനില്ല. നേടിയാൽ അതൊന്നും നിലനിൽക്കില്ല. അഥവാ നേടിയാൽ അത് നിലനിൽക്കാനും പോകണില്ല. ഇത് വേണച്ചാൽ നോക്കിക്കോളൂ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടാതിരിക്കുക. ആ തത്വമാണ് സ്വർഗാരോഹണം കാണിച്ചത്. പിന്നെ 12 സ്കന്ധാണ്. അതിൽ കലിയുഗത്തെ പറ്റി പറഞ്ഞു. ഭഗവാന്റെ കൽക്കി അവതാരത്തെക്കുറിച്ചും പറഞ്ഞു. 4 വിധത്തിലുള്ള പ്രളയം, കഥകളുടെ മൊത്തത്തിലുള്ള ഉദ്ദേശം, കഥകളെന്തോ ആയിക്കോട്ടെ, വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവാനാണ്. കഥ അങ്ങനെ നടക്കൂ, അതിങ്ങനെയാണോ, ഇതിങ്ങനെയായതെന്താ, അതങ്ങനെ ആക്കിയതെന്താ, ഇത് തർക്കിക്കാനല്ല കഥ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവാനാണ്. പിന്നെ പരീക്ഷത്തിൻ്റെ മോക്ഷം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം ബലമംബലം. അതിനാ ഭാഗവതം. ഞാൻ ഈശ്വരനാണെന്നും ആ ഈശ്വരാംശം എന്നിൽ നിലനിൽക്കുന്നു എന്നുള്ള മഹാസത്യം മനസ്സിലാക്കാനാണ് എല്ലാ ആത്മീയ സംഹിതകളും. ഭാഗവതവും അതെ. അതാണ് പറഞ്ഞതിന് ശേഷം പരീക്ഷത്തിൻ്റെ തക്ഷകം കടിച്ചു, മുക്തി ലഭിച്ചു. ആ ആത്മാവ് തേജസ്വരൂപിയായിട്ട് ആകാശത്തിലേക്ക് ഉയരുന്നത് എല്ലാവരും കണ്ടു. സാധാരണ മോക്ഷം എല്ലാവരും കാണാറില്ല. ദുർലഭം ചില മോക്ഷങ്ങൾ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഭീഷ്മരുടെ മോക്ഷം എല്ലാവരും കണ്ടു. ഗജേന്ദ്രൻ്റെ മോക്ഷവും കണ്ടിട്ടുണ്ട്. അത്രേ. ചില മോക്ഷങ്ങൾ മാത്രമേ എല്ലാവർക്കും കാണാൻ സാധിക്കുള്ളൂ. പിന്നെ പുരാണങ്ങൾ, 18 പുരാണങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. ബ്രഹ്മപുരാണം, വിഷ്ണുപുരാണം, ലിംഗപുരാണം, നാരദപുരാണം, ഭാഗവത പുരാണം എന്നൊക്കെ പറഞ്ഞ് പുരാണാചാര്യനായിരിക്കുന്ന മാർക്കണ്ഡേയനെ സ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ കഥയും പറഞ്ഞ് 12 ആദിത്യന്മാരുടെ വ്യൂഹം പറഞ്ഞ് ഇതുവരേക്കുമുള്ള കഥകൾ ശരിക്കും പറഞ്ഞു. ഈ 12-ാമത്തെ അധ്യായം ദിവസവും പാരായണം ചെയ്താൽ ഭാഗവതം മുഴുവനെ പാരായണം ചെയ്ത ബലം കിട്ടും എന്ന് ചിലർ പറയണു. എന്താ അങ്ങനെ പറഞ്ഞത്? ഇത് മുഴുവൻ വായിച്ച, ഭാഗവതം വായിച്ച ബലം കിട്ടിച്ചാൽ പിന്നെ ഇപ്പം ഇത്രയൊക്കെ പേജുകൾ എന്തിനാ? ഇത് മാത്രം പോരെ? ഒരു ചെറിയ ബുക്കിലെറ്റായിട്ട് 2-3 മുഴുവൻ വായിച്ച ബലം മുഴുവൻ വായിച്ചാൽ തന്നെ കിട്ടുള്ളൂ. ഞങ്ങളങ്ങനെ പറയും. ഞങ്ങളുടെ പരമ്പരയും മുഴുവൻ വായിച്ച ബലം മുഴുവൻ വായിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഈ അധ്യായത്തിനുള്ള പ്രത്യേകത എന്താ? ഏത് അധ്യായത്തിലും വെച്ച് പ്രാധാന്യമുള്ള ഒരധ്യായമാണ് ഇത് എന്ന് പറയാം. ഒരാൾക്ക് ഭാഗവതം മുഴുവൻ വായിക്കാനും കേൾക്കാനും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം. ഇനി അങ്ങനെ കിട്ടിയില്ലെങ്കിലോ ഒരാളുടെ കയ്യിൽ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ഇത് മുഴുവനും കേട്ടിട്ടുള്ള ഒരാൾക്ക് 10 മിനിറ്റ് കൊണ്ട് സ്മരിക്കാം. ആർക്ക്?
മുഴുവനും കേട്ടിട്ടുള്ള ആൾക്ക് 10 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ സ്മരിക്കാം. കേൾക്കാത്തവർക്കല്ല. അപ്പോഴും മുഴുവൻ കേൾക്കേണ്ടവർ അത് തന്നെ അവിടെ നിലനിൽക്കണു. മുഴുവനും കേട്ടിട്ടുള്ള ഒരാൾക്ക് അണ്ടർലൈൻ 10 മിനിറ്റ് കൊണ്ട് സ്മരിക്കണമെങ്കിൽ ഈ ഒരു അധ്യായം വായിക്കേ പറ്റൂ. 10 മിനിറ്റ് കൊണ്ട് മുഴുവൻ വായിക്കാൻ പറ്റില്ല. അല്ലാണ്ട് ഇത് മുഴുവനെ കേൾക്കുന്നു വേണ്ട എന്നൊരിക്കലും ഇതിനർത്ഥമാക്കരുത്. തെറ്റാണ്, അങ്ങനെ വരില്ല. ഇനി 10 മിനിറ്റും ഇല്ലെങ്കിലോ? അപ്പോൾ ഇവിടെ പറയണ ഹരേ നമ ഇത്യുച്ചേർ മുച്യതേ സർവപാതകാൻ. അപകടകാലത്തോ വീഴാൻ പോകുമ്പോഴോ മരിക്കാൻ പോകുമ്പോഴോ 10 മിനിറ്റ് നമുക്ക് വജ്ജയിൽ ചെല്ലാൻ പറ്റുമോ? സംഗ്രഹാധ്യായം ചെല്ലാൻ പറ്റിക്കൊള്ളുന്നില്ല. ശ്വാസം മുട്ടുകയാണ്. കണ്ഠയിൽ കണ്ഠത്തിലൊക്കെ കോപം വന്ന് അടയുകയാണ്. കണ്ഠാവരോധന വിധവും ആ മരണരംഗത്ത് ഹരേ നമ എന്ന് മാത്രം പറഞ്ഞാലും മതി. മുഴുവൻ കേൾക്കേണ്ടവർ മുഴുവൻ കേൾക്കുക. അതിൻ്റെ ഷോർട്ടാണ് സംഗ്രഹം, അതിൻ്റെ ഈ ഷോർട്ടാണ് ഹരേ നമ. ഷോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റത് വേണ്ട എന്നർത്ഥമില്ല. ഹരേ നമ ഇത്യുച്ചേർ മുച്യതേ സർവപാതകാൻ. ഹരേ നമ എന്നിവിടെ പറഞ്ഞു. ഏത് നാമം ആവാം. നാരായണനാമം പറ്റില്ലേ? പറ്റും. ഇവിടെ ഒന്നെടുത്ത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഹരേ നമ ഇത്യുച്ചേർ മുച്യതേ സർവപാതകാൻ. ഏതെങ്കിലും ഒരു നാമം. ഇത് 2 അക്ഷരം ഉള്ളതുകൊണ്ടാണ് ഏറ്റവും ചുരുക്കമായിക്കോട്ടെ എന്ന് കരുതിയത്. അതേ പാടൂ അതേ ഉള്ളൂ എന്നല്ല. നാരായണ 4 അക്ഷരം ഉണ്ടല്ലോ. അതിൽ വയ്ക്കണവർക്ക് അതാവാം. ഹരേ നമ അത്രയ്ക്കേ സമയമുള്ളൂ വെച്ചാൽ ഹരേ നമ എന്ന് പറയാം. ഭഗവൻ നാമത്തിനടക്കം ശക്തിയുണ്ട്. അതാണ് ഭഗവൻ നാമ പുരാണാണെന്ന് പറയും ചില. നാമത്തിനെ സംബന്ധിക്കുന്ന പുരാണം. ഇവിടെ പറയുകയാണ്, ഇരുട്ട് സൂര്യൻ ഉദിച്ചാൽ എപ്രകാരം ഇല്ലാണ്ടാവുമോ അതുപോലെ ശ്രീമദ് ഭാഗവതം വന്നാൽ ഏത് ഗ്രന്ഥവും മങ്ങും എന്നാണ്. പിന്നെ അവിടെ ഭാഗവതത്തിന് പ്രകാശം ഉണ്ടാവുള്ളൂ. എത്ര നല്ല വാക്കുകൾ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഭാഗവതത്തിൻ്റെ സുഖം ആ വാക്കുകൾക്കൊന്നുമില്ല എന്ന് പറയണം. തത് വാഗ്വിസർഗോ. എന്തൊക്കെ പറഞ്ഞോട്ടെ, എങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, സാഹിത്യസുന്ദരമായിട്ടുള്ള വാക്കുകളിൽ പ്രയോഗിച്ച് കസർത്ത് നടത്തിക്കോട്ടെ, ഭാഗവതം ശീലിച്ചവർക്ക് അതന്നെയാണ് നമുക്ക് കേൾക്കേണ്ടത് എന്ന് നമ്മുടെ മനസ്സ് വിളിച്ചു പറയും. അയ്യേ ഇതൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊന്നും കുറച്ചു നേരം കേട്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് ശ്രീമദ് ഭാഗവതം എത്ര വേണമെങ്കിലും കേൾക്കാം. ഇതിൻ്റെ ഒപ്പം ഒരു വാക്കുകളോ ഒരു ശബ്ദമോ വരില്ല, എങ്ങനെ പ്രയോഗിച്ചാലും വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയുകയാണ്. യുയംതിജാഗ്രിയ ബദഭൂരിഭാഗ യച്ഛദാത്മന്നഖിലാത്മഭൂതം. അവിടെ സൂതൻ ആണ് പറയുന്നത്, കേൾക്കുന്നത് ശൗനകാദികൾ. ശൗനകാദികളോട് സൂതൻ പറയുകയാണ്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്, എനിക്കിത് പറയാൻ പറ്റിയില്ലോ, നിങ്ങൾക്കോ കേൾക്കാനും പറ്റിയില്ലോ. രണ്ടിനും വേണം ഭാഗ്യം. ഭാഗ്യമില്ലാത്തവർക്ക് പറയാനോ കേൾക്കാനോ സാധിക്കില്ല എന്ന് പറയുകയാണ്. സൂതൻ പറയണ ആ സദസ്സിൽ പോയിട്ട് ശുഗൻ പറയണ സദസ്സിൽ കേട്ടു, അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റിയത്. പറയണം എന്നുള്ളവർ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? കേട്ടിരിക്കുക. കുറച്ച് കേൾക്കാതെ എനിക്കിത്തിരി പറയണമെന്ന് ചോദിച്ചാൽ അത് നന്നായിക്കൊള്ളണമെന്നില്ല. ആദ്യം വേണ്ടത് കേൾക്കാനുള്ള മനോഭാവം ഉണ്ടാവുക. കേൾക്കാത്തവർ ആർക്കും പറയാൻ പറ്റില്ല. എത്രയൊക്കെ വക്താക്കളുണ്ടോ അവരൊക്കെ ഏതെങ്കിലും ഗുരുനാഥന്മാരുടെ മുമ്പിൽ പോയിരുന്ന് കേട്ടവരാവും. അപ്പോൾ കുറേ കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയണം എന്ന് തോന്നുകയാണ്. ഇപ്പോൾ ഇവിടെ ദ്വാദശി ഏകാദശി മുതലായിട്ട് ദിക്കിലൊക്കെ ദിവസങ്ങളിൽ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് കേട്ടാൽ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ പുഷ്കരം, മധുര, ദ്വാരക മുതലായ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഗുണമുണ്ട്. ഭാഗവതം എത്രയും സഹിക്കുക അത്ര എല്ലാം വായിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഇത് ബ്രാഹ്മണർക്ക് വേദജ്ഞാനം ഉണ്ടാവാനും, ക്ഷത്രിയർക്ക് ബാഹുബലം ഉണ്ടാവാനും, വൈശ്യർക്കോ ധനം ഉണ്ടാവാനും, ശൂദ്രർക്ക് ശുദ്ധി ഉണ്ടാവാനും വളരെ നല്ലതാണ്. കലിദോഷങ്ങളെ ആട്ടി ഓടിക്കാൻ ഇത്രയും നല്ല ഒരു ഔഷധ മാർഗം വേറെയില്ല. ആ ശുഭമഹർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് സംഗ്രഹാധ്യായം അവസാനിക്കുന്നത്. ഇനി ഒരു അധ്യായം കൊണ്ട് ഭാഗവതം അവസാനിക്കുകയാണ്. യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുതത്തുന്നന്തി ദിവ്യേത്തവേർ വേദേ സംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തന്ന പിതുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവ്, രുദ്രൻ, വരുണൻ, മരുത്തുക്കൾ മുതലായിട്ടുള്ളവരൊക്കെ ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട്
ഏതൊരു ഭഗവാനെയാണോ വാഴ്ത്തുന്നത്, ധ്യാനം പൂർണ്ണമായിട്ടുള്ള ഏതൊരാളുടെ മനസ്സിലാണോ ഭഗവാൻ ശോഭിക്കുന്നത്, ദേവന്മാരും അസുരന്മാരും ഏതൊരു ഭഗവാന്റെ മഹത്വം അറിയുന്നില്ലയോ അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകത്തിൽ പാലാഴി മദനക്കാലത്ത് കൂർമ്മസ്വരൂപം സ്വീകരിച്ച് സ്ഥിതി ചെയ്ത ഭഗവാന്റെ മുകളിൽ മന്ദരപർവ്വതം കടന്ന് തിരിഞ്ഞപ്പോൾ ആരോ ചൊറിഞ്ഞു കൊടുക്കുകയാണെന്നൊരു തോന്നലേ ഇത്രയും ഭഗവാൻ ഉണ്ടായുള്ളൂ. ഇത്ര വലിയ പർവ്വതം കടന്ന് തിരിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ ശ്വാസം വലികൾ സമുദ്രത്തിലത്തെ തിരമാലകളായി. അങ്ങനെയുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഇവിടെ പറയുകയാണ് ബ്രഹ്മപുരാണത്തിൽ 10,000 ശ്ലോകം, പത്മപുരാണത്തിൽ 55,000, വിഷ്ണു പുരാണത്തിൽ 23,000 ശ്ലോകം, ശിവപുരാണത്തിൽ 24,000, നാരദപുരാണത്തിൽ 25,000, മാർക്കണ്ഡേയ പുരാണത്തിൽ 9,000, ഭാഗവതത്തിൽ 18,000. ഏറ്റവും കുറവ് മാർക്കണ്ഡേയ പുരാണമാണ് 9,000. ഏറ്റവും വലുത് സ്കന്ദപുരാണം 81,100 ശ്ലോകം, വന്യപുരാണത്തിൽ 15,400, ഭവിഷ്യപുരാണത്തിൽ 14,500, സ്കന്ദ അതുപോലെ തന്നെ കൗർമ്മപുരാണത്തിൽ 17,000, മത്സ്യപുരാണത്തിൽ 14,000, ഗരുഡപുരാണത്തിൽ 19,000, ബ്രഹ്മാണ്ഡപുരാണത്തിൽ 12,000. ഏതെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാം കൂടി 4,00,000 ശ്ലോകമുണ്ട്. ഈ 4,00,000 ശ്ലോകത്തിൽ ഈ 18,000 ശ്ലോകത്തിനുള്ള ഗുണം എങ്ങനെ നോക്കിയാലും ബാക്കി എല്ലാം കൂടിയാണ് കൂട്ടിയാലും ഉണ്ടാവില്ല. 4,00,000 18,000 പോയാൽ എത്രയാ? എത്ര വെച്ചാൽ അത് 4,088 4,082 കൂട്ടുക ഏകദേശം അല്ലേ ആയിരിക്കാം. ആ ശ്ലോകങ്ങളൊക്കെ കൂട്ടിയാലും ഏതിൻ്റെ ഒപ്പം എത്തില്ല? ഈ 18,000 ഒപ്പം എത്തില്ല. ഭാഗവതം ആവശ്യമുള്ളവർക്കത് ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു സൽക്കർമ്മമാണ്. കാരണം അതിനുവേണ്ടി കൊതിച്ചവർക്കറിയാം അതിനെ കിട്ടാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന്. അപ്പം അത് കിട്ടിയാൽ ഏറ്റവും വലിയ ദാനമാണ്. ഏറ്റവും വലിയ വിഷ്ണു ഭക്തനാരറിയോ? ശിവൻ. വൈഷ്ണവാനാം യഥാ ശംഭു. വല്ലാത്തൊരു അത്ഭുതമാണത്. ഏറ്റവും വലിയ വിഷ്ണു ഭക്തനാത്രേ ശിവൻ. ഏറ്റവും വലിയ ശിവഭക്തനാരറിയോ? വിഷ്ണു. ഇവർ തമ്മിൽ അത്രയധികം ഒന്നാണ്. ആര് രണ്ടായി കാണുന്നു അവൻ നരകത്തിൽ പതിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ച് ശ്രേഷ്ഠത കാശി, അതേപോലെ എല്ലാ പുരാണങ്ങളിലും വെച്ച് ശ്രീമദ് ഭാഗവതം പുരാണ സൂര്യനാണ്. ഇപ്പോൾ വൈഷ്ണവന്മാർക്ക് അവരുടെ എല്ലാമാണ് ഇത്. അവരുടെ ആത്മാവും ശ്വാസവും ഭാഗവതമാണ്. ഭാഗവതം ഇല്ലാണ്ടൊരു നിമിഷം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇല്ലാതെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സെക്കൻഡോ ഒരു നിമിഷമോ ഒരു യാമോ ഇല്ല. ചുണ്ണൻ വിപടൻ വിചാരണപരോ. ഇതിനെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കേൾക്കുക, പഠിക്കുക, വിചാരം ചെയ്യണം. ആത്മതത്വത്തെ നമ്മൾ മനനം ചെയ്യാം. അവർ സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. വീണ്ടും ജനിച്ചിട്ടും മരിച്ചിട്ടുള്ള ദുഃഖം അവർക്കുണ്ടാവില്ല. അങ്ങനെ ഭഗവാനും വാസുദേവനുമായിട്ടുള്ള ഈശ്വരനെ നമസ്കരിച്ചിട്ട് ഭക്തി പ്രാർത്ഥിച്ചിട്ട് ഭാഗവതം അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്തി പ്രാർത്ഥിക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നുള്ളതിനേക്കാട്ടിലും ഭക്തി നാളെ ഉണ്ടാവട്ടെ, നാളെ ഉള്ളതിനേക്കാട്ടിലും ഭക്തി അടുത്ത ദിവസം, ഈ ആഴ്ചയേക്കാൾ അടുത്ത ആഴ്ച, ഈ മാസത്തേക്കാൾ അടുത്ത മാസം, ഈ വർഷത്തേക്കാൾ അടുത്ത വർഷം. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഭാഗവതത്തിൽ അങ്ങനെ മുങ്ങിക്കുളിച്ചിട്ട് അത് ചിലവാക്കാൻ സാധിക്കണേ എന്നാണ്. ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണ് സർവ്വപാപവും പോവുക. ആ ഹരിക്കായിക്കൊണ്ട് നമസ്കാരം എല്ലാവർക്കും ചെല്ലാം. ഭവേ ഭവേ യഥാ ഭക്തി, ഭവേ ഭവേ യഥാ ഭക്തി, പാദയോ തവ ജായതേ, തഥാ കുരുഷ്വ ദേവേശ, നാദത്വന്നോ യഥ പ്രഭോ, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. അവതാരത്തിലത്തെ ചില ശ്ലോകങ്ങൾ വായിച്ച് നമ്മൾ നിൽക്കുക. സ്വർഗാരോഹണം കഴിഞ്ഞാൽ അവതാരം വായിക്കണം. അങ്ങനെ നിർത്താവൂ എന്നാണ് അതിൻ്റെ ഒരു ചിട്ട. കൃഷ്ണനാട്ടത്തിലും അങ്ങനെ നിയമമുണ്ട്. സ്വർഗാരോഹണം ചീട്ടാക്കിയ അവതാരം ചീട്ടാക്കണം. ശ്രീ ശുക ഉവാച അതത്സർവഗുണോപേതക്കാലപരമശോഭന ഇരിഹേവാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഗതാരകം ദിശപ്രതേ ദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമം വ്രജാഗരാം നദ്യപ്രസന്നതലിലാജർധർദാജലരുഹസ്യ തിജാളികുലസന്നാദത്തപഗാ വനരാജയ
വവവായുസുഖസ്പർശ പുണ്യഗന്ധവകശുചി അഗ്നയച്ചതിജാതീനാം ശാന്താത്തത്ര സമിന്ധതാ മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരതൃകാം ജായമാനേ ജനേ തസ്മിൻ നേതുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവ തുട്ടുപുസിദ്ധചാരണ വിദ്യാധര്യശ്ചനൃർ അപ്സരോഭിസമം സദാ തദാ മുമുചുർഗുണയോ ദേവ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരം മന്ദം മന്ദം ജലധരാ ജഗർച്ചിരനുസാഗരം നിശീതേ തമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത്യഥാ പ്രാച്യാം ദിശിന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദോ തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ജംഗഗദാദ്യതായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം ദാന്ദ്രപയോധസൗഭകം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്തുഷാപരീക്ഷോക്തരകത്രകുന്തളം മുദ്ദാമകഞ്ജംഗതകങ്കണാദിഭിർ വിരോചമാനം വസുദേവൈക്ഷത ഓം യദക്ഷരം പദപൃഷ്ടം മാത്രഹീനം ഭവേൻ തത്സർവം യതാം ദേവാനാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദക്ഷരാണി ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമാം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ ജനാർദ്ദന ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ധർമ്മേണ മാർഗേണ മഹിമഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് ഓം കാലേ വർഷതു പർജന്യ പൃഥിവീ സസ്യശാലിനി ദേശോയൻഷോ പരഗിതാ ബ്രാഹ്മണാ സന്തു നിർഭയ ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ മൃദംഗമയ സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം മംഗളം ഭവതു സർവേഷാം പൂർണ്ണം ഭവതു ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ഹരി ഓം. എന്തോ ഒരു നിയോഗം കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ആദ്യാന്തം ഭാഗവതത്തിൻ്റെ സാരാംശ സ്മരണം സാധിച്ചത്. എല്ലാം വേണ്ട പോലെ പറയാൻ സാധിച്ചു എന്നൊരിക്കലും അഭിമാനിക്കുന്നില്ല. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഗുരുനാഥൻ ജ്ഞാനാനന്ദസ്വാമിക്കും പി ബാലകൃഷ്ണ പിഷാരൂഢിക്കും അവകാശപ്പെട്ടതാണ്. എന്തെങ്കിലും കൊള്ളരുതായ്മകൾ, അനവധി വാക്കുകൾ പറയുമ്പോൾ അതിൽ കൊള്ളരുതായ്മ വരാം, അത് ഈ ഉള്ളവൻ്റെയാണ്, അതെനിക്ക് അവകാശപ്പെട്ടതാണെന്ന് മാത്രം എല്ലാ സജ്ജനങ്ങളും ക്ഷമിച്ച് മാപ്പ് നൽകണം. എല്ലാവർക്കും ഈശ്വരാനുഭവം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ, ഭാഗവതത്തിലുള്ള താല്പര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവത് തൃപ്പാദത്തിൽ ഗുരുപാദത്തിലും സമർപ്പിക്കുന്നു. നമസ്കാരം.